പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, നമസ്കാരം. അധ്യാത്മരാമായണം സുന്ദരകാന്ഡത്തിലെ ഏതാണ്ട് അവസാനത്തെ ഭാഗമായ ഹനുമാന്റെ പ്രത്യാഗമനമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഹനുമാൻ സീതാദേവിയിൽ നിന്ന് ചൂഡാരത്നമൊക്കെ സ്വീകരിച്ച് വളരെ വിനയപുരസ്സരം 3 വലത്ത് വെച്ച് തിരിച്ചു പോരുന്നതിന് മുമ്പ് രാവണ സന്നിധിയിലെത്തി രാവണനോട് രാമൻ്റെ ആന്തരിക വീര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിച്ച് ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ച്, വാലിൽ തീ കൊളുത്തിയപ്പോൾ അതൊരവസരമായി കണ്ട് ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ച് രാവണനിൽ അരിശം വർദ്ധിപ്പിച്ച്, രാമനോടുള്ള അരിശം വർദ്ധിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഒരു ഉത്തമനായ ദൂതനോട് ശ്രീരാമചന്ദ്രൻ്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിയിടിനാൻ, തീവ്രനാദം കേട്ടുവാനരസംഘവും കരുതുവിനിതൊരു നിനദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതൻ. അതിനു നഹി സംശയം മനസ്സേ പാർത്തു കാൺക, ഒച്ച കേട്ടാലറിയാമതും. കപിനിവഹമിതി ബഹുവിധം പറയും വിധൗ കണായിതദ്രിശിരസിവാദാത്മജം. കപിനിവഹവീരരേ കണ്ടിതു സീതയെ കാകുൽസ്ഥവീരനനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധകുലവൈരിയാകും ദശഗ്രീവന് വിസ്മയമമ്മാറു കണ്ടു പറഞ്ഞിതു. ഛടുതി ദശരഥസുതനൊടി കഥ ചൊല്ലുവാൻ ജാമ്പവദാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവനതനയനയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ചലം. കുതുകമുടുക്കപിനിജയമനിലജനം മുന്നിട്ട് കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുല പരിവൃഢരമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടു മേവിടിനാർ. കുസുമദല ഫല മധുലതാ തരുപൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുധിത പരിപീഡിതരായ കപികുലം ക്ഷുദ്ധിനാശാർദ്ധമാർത്യാ പറഞ്ഞിടിനാർ. ഫലനികര സഹിതമിക മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ. തരണ്യസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ട് ഉണർത്തിക്ക സാദരം. തരണ്യസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അതിനനുവദിച്ചരുളേണമെന്നാശ പൂണ്ട് അംഗദനോടപേക്ഷിച്ചോരനന്തരം. അതിനവനും അവരോടുടനാജ്ഞയെ ചെയ്കയാൽ ആശു മധുവനം പൊക്കിതെല്ലാവരും. പരിചൊടതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ. ദധിമുഖനും അനിശമധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. ദധിവദന വചനമുടു നിയതം അതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ. ഭയപ്പെട്ടവരും അതിദ്രുതം. ത്വരിതമത ദതിമുഖനുമാശു സുഗ്രീവന് തൂർണവാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിനു ഭംഗം വരുത്തിനാൻ താരേയനാദികളായ കപിബലം. സുചിരമധു തവ കരുണയാ പരിപാലിച്ച് സുസ്ഥിരമാധിപത്യേന വാണേനഹം. വലമഥന സുതനയനാദികളൊക്കവേ വന്ന് മദ്ഭൃത്യജനത്തെയും വെന്നുടൻ. മധുവനവും ഇത് പൊഴുതഴിച്ചിതെന്നെങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസി മുഹുരപി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോടു ചൊല്ലിടിനാൻ.
പവനതനയാദികൾ കാര്യവും സാധിച്ച് പാരം തെളിഞ്ഞു വരുന്നിതോ നിർണയം. മധുവനമിതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയെല്ലാരുമേ. അവരെ വിരവോട് വരുവതിന്ന് ചൊല്ലങ്ങു ചെന്ന് ആത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. അനിലതനയാംഗത ജാമ്പവദാദികൾ അഞ്ജസ സുഗ്രീവഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുത്തു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാർ. പൂക്കൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. പുരമദന ഹൃതിമരവും അഖില ജഗദീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ. ഭുജഗപതിശയനമലൻ ത്രിജഗത് പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ. ഭുജഗനിവഹാസനവാഹനൻ കേശവൻ പുഷ്കരപുത്രീരമണൻ പുരാതനൻ. ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ. ഭുവനപതി മഖപതി സതാംപതി മൽപതി പുഷ്കര ബാന്ധവപുത്ര പ്രിയ സഖി. ബുധജനഹൃദി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശ സമുദ്ഭവൻ. ഭുജബലവതാംബരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ. ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ. ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ. ദിവസകരപുത്രനും സൗമിത്രയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്ത്യകേ സന്തതം. വിപിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ട് വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയേ. സങ്കടമെന്നിയേ കുശലവും ഉടൻ വിചാരിച്ച് ഇതു താവകം കൂടെ സുമിത്രാതനയനും സദരം. ശിഥിലതരചികുരമുടശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. അനശനമുടതികൃശ ശരീരയായി അന്വഹമാശരനാരീ പരിവ്രതയായി ശുചാ. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തു വാർത്ത് അയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരപി ജപിച്ചു വിലപിച്ച് മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തദാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേൻ അനാകുലം. തവ ചരിതം അമൃതസമം അഖിലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവടി തന്നോടും രഹിതയായി മരുവും വിധൗ ചെന്ന് ദശാനനൻ കൊണ്ടങ്ങു പോയതും. സവിതൃസുതനോട് ചടിതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും. ക്ഷിതി ദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തമായിടിനാർ. അഹം അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേൻ അർണവം ചാടിക്കടന്ന അതിവിദ്രുതം. രവിതനയ സജീവനഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും ഭവതിയെയും ഇഹ ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലം മയാദ്യപ്രയാസം ഭൃശം
പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം. മമ നയനയുഗളപഥമായാതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ. വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീ ആരെന്നതെന്നോട്. ഇത്യാദി വൃത്താന്തം വിവരിച്ചനന്തരം കഥിതമഖിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അത് പൊഴുതിലകതളിരിൽ അഴൽകളവതിന് ഞാൻ അങ്കുലിയം കൊടുത്തിടിനേനാദരാൽ. കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി ദ്രശി ഗളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലപിച്ചിതേറ്റവും. പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിടിനാൾ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം വയമവനിപതിയ വിരവോട് കൂട്ടിക്കൊണ്ടുവന്ന് ദശാസ്യകുലവും മുടിച്ചുടൻ. സകുതുകമുടയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥ സുതന്ന വിശ്വാസാർത്ഥമായി ഇനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷന് വിശ്വാസസിദ്ധയേ. അതും അവനിസുതയൊടകമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരേ. ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്ത് ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയും ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചര കുലപതിക്ക് അഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേൻ. അതിനുടൻ പരിഭവമുടൽ കരുതി വന്ന നിശാചരപാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദന സുതന് മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനേൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം വിഗത ഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിന മധുനൈവ വന്ദിച്ചു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. ഇത് പവനസുതവചനമാഹന്ത കേട്ടളവ് ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചതു കേവലം. സദയമുപകാരമിച്ചെയ്തിതെന്നാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായ അതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർന്നിടിനാനാദരാൽ.
ഉരസി മുഹുരപി മുഹുരണച്ചു പുൽകിടിനാ. ഓർക്കടോ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നുടെ പാവനമായ കഥ അരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ട് ഭക്തിപരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ട് മഹാലോകരും തെളിയേണമേ. ഇങ്ങനെയാണ് സുന്ദരകാന്ഡം അവസാനിപ്പിക്കുന്നത്. ഇതിൽ ശ്രീരാമകാര്യാർത്ഥമായി പോയി ഭംഗിയായിട്ടത് സാധിച്ച് തിരിച്ചു വരുന്ന ഹനുമാനോട് ശ്രീരാമൻ പറയുകയാണ്, എനിക്ക് എന്ത് തന്നാലും മതിവരില്ല എന്നാണ്. ഉത്തമനായ ഭക്തനാണ്. ഉത്തമനായ ഭക്തന് എന്ത് കൊടുത്താലും ഭഗവാന് മതിവരില്ല. അതുകൊണ്ടാണല്ലോ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, മതിപ്പാനും അതെ മതി മതി പതിയോട് പറവുതം ചെയ്തു കാന്താ മതി മതി കദശന് മതിവമൂല്യം എന്നാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കുചേലവൃത്തം പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ 3ാമത്തെ പിടി അവൽ വാരി തിന്നുന്നതിന് പോകുമ്പോൾ തടുക്കുന്നു. ഞാൻ കമുകൻകോട് സ്കൂളിലാണ് പഠിച്ചത്. കമുകൻകോട് പ്രതിഭ ട്യൂട്ടറിൽ പഠിക്കുമ്പോൾ അവിടെ മലയാളം പഠിപ്പിച്ചിരുന്ന ആൻഡോ സാറ് ആണ് ഈ മതി മതി പതിയോട് പറവുതം ചെയ്തു കാന്ത മതി മതി കദശനം അതീവമൂല്യത്തിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു. അവിടുത്തെ ആദ്യത്തെ മതി മതി എന്ന് വെച്ചാൽ മതി ബുദ്ധി എന്നാണെന്ന് ആൻഡോ സാറ് പറഞ്ഞു തന്നു. മതി ബുദ്ധിയാണ്, മതി മതി ബുദ്ധിമതിയാണ്, വിശേഷജ്ഞാനിയാണ് സരസ്വതി, വിശേഷജ്ഞാനിയാണ് ജ്ഞാനിനിയാണ് രുക്മിണി ദേവി, സവിശേഷജ്ഞാനമുള്ള ബുദ്ധിമതിയാണ്. ബുദ്ധിമതി തടഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ശ്രീകൃഷ്ണൻ പറയുന്ന മറുപടി ഉണ്ട്. അതും അദ്ദേഹം എൻ്റെ സാറ് പറഞ്ഞു തന്നു, മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നുകൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു. എന്നിട്ട് സാറ് പറഞ്ഞത്, ഉത്തമനായ ഭക്തന് എന്ത് കൊടുത്താലും മുഴുക്കാത്തവനാണ് ഭഗവാൻ. അത് ഇന്ത്യൻ സംസ്കാരത്തിൽ എല്ലാ കാലത്തും എന്ന പോലെ ഇപ്പോഴും അത് തുടർന്നു പോകാൻ കാരണം ആ ദർശനത്തിൻ്റെ ഐശ്വര്യവും ദർശനത്തിൻ്റെ പ്രകാശവും കൊണ്ടാണ് എന്ന് 2000 ആണ്ടിൽ കേട്ട ആ ക്ലാസ് ഞാൻ ഇന്നും ഏതാണ്ട് 2.5 പതിറ്റാണ്ടിന് ശേഷം ഓർമ്മിക്കുന്നുവെങ്കിൽ അത് എഴുത്തച്ഛൻ തുടങ്ങി വച്ച ആ കാവ്യസംസ്കൃതിയുടെ ഒരറ്റത്ത് നിന്നുകൊണ്ട് രാമപുരത്ത് വാര്യർ കൊളുത്തിയ ദീപത്തിൻ്റെ പ്രകാശം കൊണ്ട് തന്നെയാണ്. ഇവിടെയും അങ്ങനെ സമാനമായൊരു സന്ദർഭമുണ്ട്. ശ്രീരാമൻ പറയുന്നുണ്ട്, എനിക്ക് എന്ത് തന്നാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ ഹനുമാൻ വിനീതനായി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീരാമൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നെ സുന്ദരകാന്ഡം പഠിപ്പിച്ച അധ്യാപകരിൽ ഒരാളായ രമേശൻ സാറ്, ഡോക്ടർ രമേഷ് കുമാർ സാർ എന്നോട് പറഞ്ഞൊരു, ഇപ്പം നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞൊരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ MA പഠിക്കുമ്പോൾ, എടാ ഈ വരിയാണ് എഴുത്തച്ഛൻ മലയാളിയുടെ തലയ്ക്കടിച്ചിട്ട് പറയുന്ന വരി എന്ന് പറഞ്ഞു. ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. നോക്കടാ, ഒരു വാനരനുണ്ടായി ഭാഗ്യം നോക്ക്, നീ ഇവിടെ തമ്മിലടിച്ചുകൊണ്ട് നടന്നോ എന്നാണ്. നാട്ടുരാജകന്മാരോട് പറയുകയാണ്, നിങ്ങളിവിടെ തമ്മിലടിച്ചുകൊണ്ട് നടന്നോ? ഒരു വാനരനെ ജഗതീശ്വരനായ മഹാവിഷ്ണു ആലിംഗനം ചെയ്തത് കണ്ടോ? നല്ല പ്രവൃത്തികൾ ചെയ്താൽ അത് നന്മയായി ചേർക്കപ്പെടും. നല്ല പ്രവൃത്തികൾ ചെയ്താൽ അത് നന്മയായി ചേർക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കണം എന്ന ക്ലാസ്സിൽ എൻ്റെ അധ്യാപകൻ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഹനുമാന് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണത്, ശ്രീരാമചന്ദ്രൻ്റെ ആലിംഗനം. ഇതിൽ പരം വേറൊരു സമ്മാനം നൽകാനില്ല. ഹൃദയം കൊണ്ട് തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ്. ആദ്യം തന്നെ കൊടുത്ത റെഫറൻസ്, പുഷ്കര നേത്രേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ എന്നാണ്. അങ്ങനെയുള്ള ഹനുമാനാണ്, ആത്മാവിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള ഹനുമാനെ ആലിംഗനം ചെയ്തിട്ട് പറയാണ്, ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് ഉണ്ടാകാനില്ല എന്ന്. പിന്നെ ഒരു ദൂതൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഹനുമാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. രാവണൻ്റെ വലിയ കോട്ട പരാജയപ്പെടുത്തിയില്ല, രാവണൻ്റെ എല്ലാ കോട്ട കൊത്തളങ്ങളെയും തകർത്തിട്ടാണ് വന്നിരിക്കുന്നത്. സർവപ്രഹരണ ശേഷിയോടുകൂടി പെരുമാറിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയത്, രസകരമായൊരു സന്ദർഭം കൂടി ഇതിനിടയിൽ ഓർക്കണമല്ലോ. ഈ ഹനുമാനെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, അച്ഛൻ പേടിക്കണ്ട. രാവണനോട് പറയാ, അച്ഛൻ പേടിക്കണ്ട, ഞാൻ ദേവേന്ദ്രനെയൊക്കെ പരാജയപ്പെടുത്തിയ ആളല്ലേ, ഇനി അച്ഛൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ,
ഞാൻ ഭരിക്കാം, എനിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റിയൊക്കെ, എനിക്ക് അതിനുള്ള ശക്തിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാമായണത്തിൽ രാവണൻ തിരിച്ചു പറഞ്ഞ മറുപടി അതങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ ആ മറുപടി എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ, രാമായണ നാടകത്രയത്തിൽ ഒന്നിലുണ്ട്. അത് കാഞ്ചനസീതയിൽ ഇതിൽ ലങ്കാലക്ഷ്മിയിലുണ്ട് അതിൻ്റെ മറുപടി. ലങ്കാലക്ഷ്മിയിൽ രാവണൻ അതിന് മറുപടി കൊടുക്കുന്നത് ഇന്ദ്രനെ ഇടനാഴിയിലിട്ട് വലിക്കാൻ എളുപ്പമാണ്, പക്ഷേ തലയിൽ നര ചൂടണമെങ്കിൽ കാലം കഴിയുക തന്നെ വേണം എന്നാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു ബലം തന്നെയാണ്, അല്ലാതെ പേശീബലത്തിനോടൊപ്പമല്ല എക്സ്പീരിയൻസ്, പേശീബലത്തിന് മുകളിലാണ് എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അതും കൂടി ചേർത്ത് വായിക്കണം എന്നുള്ളതാണ്. ഈ പേശീബലവും ഈ പ്രവർത്തന ബലവും പരിശീലന ബലവും കൂടി ചേർന്ന ഒരാളാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെ ഹനുമാന് ഇമാതിരി അസ്തപ്രജ്ഞത്വം വരികയില്ല. ഇന്ദ്രജിത്തിനുണ്ടായ അസ്തപ്രജ്ഞത്വം ഹനുമാന് വരികയില്ല. വലിയ കാര്യം ഞാൻ ചെയ്തു എന്ന് ഹനുമാൻ വിചാരിക്കുകയില്ല. ഹനുമാൻ സ്ഥിതപ്രജ്ഞനാണ്. അതുകൊണ്ട് സങ്കടങ്ങളിൽ അലമുറയിട്ട് കരയുകയോ സന്തോഷം വരുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ചാടുകയോ ചെയ്യുന്ന ആളല്ല ഹനുമാൻ. എല്ലാത്തിനെയും സമദൃഷ്ടിയോടുകൂടി കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കും. ശ്രീരാമൻ്റെ അടുത്ത് വന്നതിന് ശേഷം ആദ്യം പറയുന്നത് ഞാൻ ദേവിയെ കണ്ടു ഭഗവാനെ എന്നാണ്. എന്തിനാണോ പറഞ്ഞയച്ചത് അത് സാധിച്ചുവെന്ന് വേണം ദൂതൻ ആദ്യം പറയാൻ. വാനരന്മാരോട് പറഞ്ഞുകൊണ്ടേ വരുന്നത് കണ്ടേനഹം, ഞാൻ കണ്ടുപിടിച്ചു ദേവിയെ എന്നാണ്. എന്തിനാണോ പോയത് അത് നടന്നു എന്ന് ആദ്യം പറയുമ്പോൾ സമാധാനമാവും, ടെൻഷൻ ഒഴിവാവും. ചില ആളുകൾ അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ പറയാൻ തുടങ്ങും. നമുക്ക് കേൾക്കേണ്ടത് ഒരു 3/4 മണിക്കൂറിന് ശേഷമുള്ള കാര്യമായിരിക്കും, പക്ഷേ ആദ്യം മുതലേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ആ പ്രൈവറ്റ് ബസ്സിലെ കിളിയുടെ പേര് വരെ പറയും. അതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. എന്താണോ ആവശ്യം അത് മാത്രം അർത്ഥയുക്തമായി സംസാരിക്കാനുള്ള സിദ്ധി ഹനുമാൻ ഉള്ളത് കൊണ്ടാണ് ഇത് ശ്രീരാമൻ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇല്ലൊരു അപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം എന്ന് പറയാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. യുക്തമായതേ സംസാരിക്കൂ, സൂക്ഷ്മമായേ സംസാരിക്കൂ, ഗുണമുള്ളതേ സംസാരിക്കൂ. അത്തരത്തിൽ ഗുണബുദ്ധിയായിട്ടുള്ള ഒരു ദൂതനെയാണ് ഈ സുന്ദരകാണ്ഡത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ആ ഗുണബുദ്ധിയായ ദൂതൻ, ആ ഗുണബുദ്ധിയുള്ള ഹനുമാൻ നമ്മുടെ ഉള്ളിലും അത് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.